ഗുഡ് മോർണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റിയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. മാർക്കറ്റിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ റേറ്റ് ഹൈക്കിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് കാലത്ത് ഓപ്പണിംഗ് ഏകദേശം ഒരു 59 പോയിൻറ്റ് അപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തോട്ട് തന്നെയാണ് ട്രെൻഡ് കാണിക്കുന്നത് 8:30 കേട്ടോ, 8:30 AM. ഓക്കെ, നമ്മളിത്തിരി കറക്റ്റ് കുറച്ചും കൂടി ലാസ്റ്റ് ടൈമിലാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. വേട്ട 30 സമയത്ത് ഒരു 57 പോയിൻ്റ് അപ്പാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യാൻ തന്നെയേ ഉള്ളൂ സാധ്യത. പോസിറ്റീവ് തന്നെയായിരിക്കും കീപ്പ് ചെയ്യാം. FII ഡാറ്റ എടുക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ചെറിയൊരു സെല്ലിങ്ങാണ് കാണുന്നുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സെല്ലിങ്ങാണ് കാണുന്നുള്ളൂ. ഏകദേശം 1200 കോടിയുടെ സെല്ലിങ് തന്നെ കാണുന്നുള്ളൂ. ബൈയും സെല്ലൊക്കെ നമ്മൾ ബൈയും കൂടി നോക്കണമല്ലോ. ബൈ എടുത്തിട്ടുണ്ട് എന്നാൽ സെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു മനസ്സിലായിട്ട് മാർക്കറ്റ് ന്യൂട്രൽ ആണെങ്കിൽ പറയാം, അങ്ങനെ പറയാം. ഒന്നെങ്കിൽ ന്യൂട്രൽ എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് പോസിറ്റീവ് എന്നും പറയാം. അതായത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ട്രെൻഡ് തന്നെ എടുക്കാവുന്നതാണ് ഈ ഒരു കേസിൽ. അത് CPI ഡാറ്റയാണ്. യു എസിൻ്റെ CPI ഡാറ്റയാണ് ഇന്ന് വരുന്നത്. അപ്പം അതിൻ്റെ വിഷയം എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ നെഗറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾറെഡി ഇന്നലെ ഡൗ ഒക്കെ താഴത്തേക്ക് വീണുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഈവനിങ്ങിലേക്ക് വേണ്ടി മാർക്കറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇന്ന് US സപ്പോർട്ടീവായിട്ടുള്ള മാർക്കറ്റ്, US സപ്പോർട്ട് ഒരു മാർക്കറ്റ് ഇന്ന് കിട്ടില്ല. US അത്ര പോസിറ്റീവ് ന്യൂസുകളൊന്നും കിട്ടാനില്ല. ഈവനിങ്ങിൽ വരുന്ന CPI ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഇവിടെ ഓപ്പണാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള മാർക്കറ്റിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഇന്ന് കുറച്ച് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വലിയൊരു രീതിയിലൊരു 12 PM സമയങ്ങളിൽ വലിയ രീതിയിലുള്ള കറക്ഷൻ വരികയാണെങ്കിൽ ഇവിടെയും സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അടുത്ത് ഇൻഫ്ലേഷനാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമെന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ കൂടുമെന്നുള്ള ലെവലിലാണ് ന്യൂസ് വന്നുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുക നിങ്ങൾ ആലോചിക്കുക. ഇൻട്രസ്റ്റ് കട്ടിൻ്റെ കാര്യം തന്നെ ഇവിടെ ഇല്ലാണ്ടാവണം. 90% ആൾക്കാരും പ്രതീക്ഷിക്കണത് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവാൻ സാധ്യതയാണ്. കാരണം ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവാണ് അമേരിക്കൻ മാർക്കറ്റിന് വരാൻ പോകുന്നത്. അപ്പോൾ ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ വരുന്നതൊക്കെ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടില്ല എന്നുള്ള ന്യൂസ് വരും എന്നുള്ള പ്രതീക്ഷയിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിന് നെഗറ്റീവ് ട്രെൻഡ് അമേരിക്കയിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടി വരികയാണ്. ആ കൂടിയൊരു സമാധാനം എന്ന് പറയുന്നത് അടുത്തത് താരിഫ്. ചൈനയായിട്ടുള്ള താരിഫ് പെട്ടെന്ന് 90 ഡേയ്സിലേക്ക് മാറ്റി. ഇതാണ് ട്രംപ് താഴത്തേക്ക് ഇന്ന് പോയതിനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം എന്നുണ്ടെങ്കിൽ താരിഫ് പറഞ്ഞ് ചൈനയ്ക്ക് 90 ഡേയ്സിലേക്ക് വീണ്ടും ഒരു ടൈം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക്, ഇന്ത്യ അടക്കമുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് 20% അല്ലെങ്കിൽ 20% ആവറേജാണ് പോകുന്നത്. നമുക്ക് 30 ആണെങ്കിലും 50 ആണെങ്കിലും 20% ആവറേജ് എല്ലാ രാജ്യങ്ങളിലും വരുന്നത്. ഇതിൻ്റെ ഇൻഫ്ലേഷൻ അതിജീവിക്കാൻ ചൈനയുടെ ഈ 90 ദിവസം സമയം, ചൈനയ്ക്ക് കൊടുക്കണ ഈ 90 ദിവസം കൊടുത്താൽ സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കും. അല്ലെങ്കിൽ ചൈനയുടെ പ്രൊഡക്റ്റ് അമേരിക്കയിൽ വരികയാണെങ്കിൽ ഇത് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ട്രംപിനുണ്ട്. ഇതൊരു നല്ലൊരു ഗെയിമാണ് ഇപ്പോൾ നാളെ ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്ക് താരിഫ് 90 ഡേയ്സ് കൊടുത്തു എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാനുള്ള വലിയൊരു സാധ്യത ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അറിയില്ല അതെങ്ങനെയാണ് മാറുക എന്നുള്ളത്. ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ന്യൂസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ കൂടും എന്ന് നമ്മൾ ഒരു പോയിൻ്റ് മുമ്പ് പറഞ്ഞു. പക്ഷേ ഇൻഫ്ലേഷൻ കുറയാനുള്ള സാധ്യതയും ഇങ്ങനെ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും താരിഫ് നാളെ ഓരോ സ്ഥലത്തും ആളുടെ മാർക്കറ്റിനനുസരിച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്നുള്ളത് അത്ഭുതകരമാണ്. കുറച്ച് വാച്ച് കൗണ്ടേഴ്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ്. ആ ലിസ്റ്റിലൊക്കെ നോക്കാം തന്നെയാണ്. അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള നിലയ്ക്കാണ് ഞാനിതെടുത്ത് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്കൊരു താല്പര്യത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വാച്ച് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. അതുപോലെ തന്നെ
ചെയ്യാവുന്ന കൗണ്ടറാണ്. വാച്ച് ചെയ്യാവുന്ന കൗണ്ടറിലൊക്കെയാണ് ഇത് എന്നുള്ളത് പറയുന്നത് മാത്രം. മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുക. അതിൽ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്ന സംബന്ധിച്ച് എനിക്കൊന്ന് സൈഡ് വേസ് മാർക്കറ്റ് ആവാനാണ് സാധ്യത. ഓക്കെ, പ്രത്യേകിച്ച് ഹെവി നെഗറ്റീവ്സ് ഒന്നും മാർക്കറ്റിലില്ല എന്നും പറയാം.